ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വെറും 100 രൂപ നിരക്കിൽ 1 കിലോ ബ്ലൂ വെൽവെറ്റ് കേക്ക് പ്രഷർ കുക്കറിൽ വളരെ ഈസിയായി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ബ്ലൂ വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ അളവിലുള്ള പാലാണ്. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ടാണ് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിലുള്ള വിനാഗിരി കൂടിയാണ്. വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലും വിനാഗിരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും വിനാഗിരിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഈ ബട്ടർ മിൽക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ തരിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിന് മീതെ ഒരു സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. ഈ സ്റ്റെയിനറിലേക്ക് നമുക്ക് 1 കപ്പ് മുഴുവനായിട്ടുമുള്ള മൈദ ഇട്ട് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. കപ്പ് കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഗ്ലാസ് കണക്കിന് അളന്നെടുക്കുക. ഇനി നമ്മൾ ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കൊക്കോ പൗഡറാണ്. 1 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. 2 തവണയെങ്കിലും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണ നമ്മൾ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു ബൗളിൽ 4 കോഴിമുട്ട എടുക്കാം. തണുത്ത കോഴിമുട്ട എടുക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെങ്കിൽ പുറത്തേക്ക് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് കുറച്ച് കൂടുതൽ സമയം നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കോഴിമുട്ടയും വാനില എസൻസും കൂടി നമ്മൾ ഏകദേശം 1/2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് അളവിലുള്ള പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാര മുഴുവനായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ഏത് കപ്പിലാണോ അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് ബാറ്റർ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിലുള്ള ബ്ലൂ ഫുഡ് കളറാണ്. ബ്ലൂ ഫുഡ് കളർ തന്നെ പല തരത്തിലും വരുന്നുണ്ട്. നമ്മൾ പീകോക്ക് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ എഗ് ബാറ്ററിലേക്ക് ഈ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ 1/2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി കേക്ക് ബാറ്ററി ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി മൈദ തരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല ടൈറ്റായിട്ട് വന്നിക്കുകയാണെങ്കിൽ അല്പം പാല് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
കുക്കറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് അല്പം ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് മുഴുവനായിട്ടും നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ്. കുക്കർ നമ്മൾ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിന്റെ അടിഭാഗത്തായിട്ട് നമ്മളൊരു പഴയ തവ വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ കുക്കർ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കറിന്റെ വെയിറ്റ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 35 മിനിറ്റോളം ആയിട്ടുണ്ട്. 30 മിനിറ്റ് ആയപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ബേക്ക് ആവാൻ വേണ്ടി ഉണ്ടായിരുന്നു. വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റും കൂടി വീണ്ടും ബേക്ക് ചെയ്തെടുത്തതാണ്. 30 മിനിറ്റ് ആവാതെ ഒരിക്കലും കുക്കർ നിങ്ങൾ തുറന്ന് നോക്കരുത്. അപ്പോൾ പിന്നെ കേക്ക് പൊങ്ങി വരില്ല. ഇപ്പം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ചൂടാറി കഴിഞ്ഞാൽ കേക്ക് തന്നെ വിട്ടുവരും. ഇപ്പം നമ്മുടെ കേക്ക് നമ്മൾ ചൂടൊക്കെ പോയതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളെ കേക്ക് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ്. ഈ പൊങ്ങി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിനെ നമ്മൾ 3 ആയിട്ട് ഭാഗിച്ചു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ മാക്ടോപ്പ് കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. അതുകൊണ്ട് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വരും പെട്ടെന്ന് തന്നെ. പിന്നെ ലൂസായിട്ട് പോവില്ല. അത്രയും നല്ല ഒരു ക്രീമാണ് ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം. ഇതിൽ നിന്ന് നമ്മൾ 1.25 കപ്പ് അളവിലുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു 3 മിനിറ്റ് നേരം നന്നായിട്ട് അടിക്കാം. ഏകദേശം 3 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ കിട്ടണം നമുക്ക്. വിപ്പിംഗ് ക്രീം അടിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ പിന്നെ വിപ്പിംഗ് ക്രീം ഒരിക്കലും ലൂസായിട്ട് പോവില്ല. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് എന്നതിന് അർത്ഥമാണ് നമ്മൾ ഈ ബ്ലേഡിൻ്റെ മുകളിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഒറ്റി വീഴുന്നില്ല. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഓക്കെ ആയി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അതിനു വേണ്ടി നല്ലൊരു കട്ടിയുള്ളൊരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടേൺ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പാത്രം കമിഴ്ത്തി വെക്കുക. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കമിഴ്ത്തി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര 4 ടേബിൾ സ്പൂൺ അളവിൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം.
രണ്ടാമത്തെ ലെയറും നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി മൂന്നാമത്തെ ലെയറാണ്. മൂന്നാമത്തെ ലെയറിൻ്റെ മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടും നമുക്കിനി വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടേൺ ടേബിൾ ഇങ്ങനെ കുറേശ്ശെ തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കേക്കിനെ മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള പാർട്സ് കൊണ്ട് നമ്മൾ കേക്കിൻ്റെ ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഇതിൻ്റെ 4 ഭാഗവും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ 4 ഭാഗവും നമ്മൾ കേക്ക് ക്രംസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിൻ്റെ 4 ഭാഗത്തുമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കേക്ക് നമ്മൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ 4 ഭാഗത്തും നമ്മൾ ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്സിൽ നിന്ന് തന്നെ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെയൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഓരോ ഷുഗർ ബോൾസ് കൂടി ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഡെക്കറേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ഏകദേശം 1 മണിക്കൂർ നേരം കഴിഞ്ഞാൽ മാത്രം ഇത് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യാം. പ്രഷർ കുക്കർ ഉപയോഗിച്ച് വളരെ ഈസിയായി 100 രൂപ നിരക്കിലുള്ള ബ്ലൂ വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.